ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ബ്രൈഡൽ ഗൗണിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. നെക്കൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഒരു നെക്കും അതുപോലെ റിംഗ് സ്ലീവും ലൈനായിട്ടുള്ള ഒരു ഗൗണുമാണ്. ഒരു ക്രിസ്ത്യൻ ബ്രൈഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. നോർമലി നമുക്ക് കൂടുതലും മുസ്ലിംസിൻ്റെ അടുത്ത് നിന്നാണ് ഓർഡർ വരാറുള്ളത്. ഈ ഒരു ഓർഡർ വന്നപ്പോൾ സത്യത്തിൽ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ 4.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1 മീറ്റർ മെറ്റീരിയൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്ലീവിന് വേണ്ടി വേറൊരു ഡിസൈനിൽ കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ ലൈനിങ് 60 ഇഞ്ച് വിഡ്ത്തായിരുന്നു. ഗൗൺ സാറ്റിനാണ്, കുറച്ച് റേറ്റ് കൂടിയ മെറ്റീരിയലാണ്. അത് നമ്മളൊരു 4 മീറ്ററോളം എടുത്തിട്ടുണ്ട്. അതുപോലെ 8 മീറ്ററോളം നെറ്റും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആളുടെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഷോൾഡറും ആം ഹോളും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 7.5 ഇഞ്ചാണ് നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആം ഹോള് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ടായിട്ട് നമ്മൾ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലൂടെ നമ്മളൊരു 1.5 ഇഞ്ച് സിം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ യോക്കിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിലൂടെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബെസ്റ്റ് റൗണ്ട് ഇവിടെ ചെസ്റ്റ് റൗണ്ടിനേക്കാൾ 1/2 ഇഞ്ച് കൂടുതലാണ് വരുന്നത്. അപ്പോൾ 9 ഇഞ്ചാണ്. അതിൽക്കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസും കൂടിയും ചേർത്ത് 9.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആളുടെ ചെസ്റ്റ് റൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത് 8.5 ഇഞ്ചാണ്. അതുപോലെ വേസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത് 8 ഇഞ്ചാണ്. അതിൽക്കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. പ്രിൻസസ് കട്ട് പോലെ ഇത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല എന്നുള്ളൂ. പക്ഷെ നമ്മൾ ഡാർട്ടൊക്കെ സെയിം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ്സിൽ ഇപ്പോൾ ബാക്ക് പോർഷനിലും ഫ്രണ്ട് പൊസിഷനിലുള്ള വേരിയേഷൻസിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇവിടെ നമ്മൾ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്താലും കുഴപ്പമില്ല. ഞാനതിന് ശേഷം ആ നെക്ക് വിഡ്ത്ത് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയിട്ടാണ് ഫാബ്രിക്കിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് ആ ബാക്ക് പാർട്ടിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൽ വരുന്ന ഡാർട്ടും എല്ലാം ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി നമ്മളുടെ ബസ് പോയിൻ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 10.5 ഇഞ്ചിൽ നമ്മൾ ബസ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ നമുക്ക് നീട്ടി വരച്ചു കൊടുക്കാം. അതാണ് നമ്മുടെ ബെസ്റ്റ് ലൈനായിട്ട് വരുന്നത്. ഡാർട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് 12 ചെയ്തപ്പോൾ നമുക്ക് 3.6 ആണ് ആൻസർ കിട്ടിയത്. അതാണ് നമ്മളുടെ ആ ഒരു ഡാർട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ആ സ്ലോപ്പ് വരച്ചിട്ടുള്ള ആ പോയിന്റിൽ നിന്ന് താഴോട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ 3.5 ഇഞ്ച് മാർക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കണം. അതിനുശേഷം നമ്മളുടെ നെക്ക് ലെങ്ത്ത് ആയിട്ട് നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ആം ഹോളിൽ നമ്മൾ മാർക്ക് ചെയ്ത 3.5ലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ ഒരു ഷേപ്പ് ആ ഒരു ആം ഹോളിലേക്ക് കൊടുക്കുക. നമ്മുടെ ആ ഒരു നെക്കിന് ഒരു ഹാർട്ട് ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ആം ഹോളിൽ നിന്ന് ബസ് പോയിന്റിലേക്കുള്ള ആ ഡാർട്ടൊന്ന് വരച്ചു കൊടുക്കേണ്ടതുണ്ട്. ഓൾറെഡി നമ്മൾ താഴോട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡാർട്ടിനുള്ള ഒരു ലൈൻ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 2 സൈഡിലും 3/4 ഇഞ്ച് വെച്ച് 1.5 ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ഡാർട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ബസ് പോയിൻ്റ് മാർക്ക് ചെയ്ത അവിടെ നിന്ന് താഴോട്ട് ആ ഒരു 3/4 ഇഞ്ചിലേക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആം ഹോളിൻ്റെ ബാലൻസ് ഉള്ള ആ ഒരു സെൻറ്റർ കണ്ടിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ബസ് ലൈനിലേക്ക് ബസ് പോയിന്റിലേക്കായിട്ട് ചെറിയൊരു ഡാർട്ട് കൂടി ഒരു 1/2 ഇഞ്ചിൽ ഒരു 1/4 ഇഞ്ചിൽ ഒരു ഡാർട്ട് കൂടി നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഈ ഡാർട്ട് അടിച്ച് പോയത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ ഈ ചെസ് റൗണ്ടിൽ നമ്മളൊരു 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബെസ്റ്റ് ലൈനിൽ നമ്മളൊരു 3/4 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3/4 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ടിലായിട്ട് നമ്മൾ 1.5 ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. താഴോട്ട് നമ്മൾ 1.5 ഇഞ്ചാണ് ഡാർട്ട് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലത്തെ ആ ഒരു പീസ് വെച്ച് നോക്കുമ്പം ഡാർട്ട് പോയി കഴിഞ്ഞാൽ ബാലൻസ് വരുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും. ഡാർട്ട് അടിച്ച് കഴിയുമ്പം അല്ലെങ്കിൽ ഈ ഒരു ക്ലോത്ത് നമുക്ക് തികയാതെ വരും. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. പ്രിൻസസ് കട്ടിൽ നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഇതിൽ നമ്മൾ ഡാർട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും മെഷർമെൻറ്റിൻ്റെ ആ ഒരു ഇത് വരുന്നതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സീം അലവൻസും കൂടി ചേർത്ത് ഈ ഒരു ഡാർട്ട് നമ്മൾ സ്റ്റിച്ച് ഒന്ന് മടക്കിയിട്ട് നോക്കുമ്പോൾ നമുക്ക് 10.5 ഇഞ്ച് നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ആ ഒരു എക്സ്ട്രാ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല, കുറവുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ എല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പാർട്ട് ലൈനിങ് ക്ലോത്തിലൊന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 1/2 ഇഞ്ച് സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് നീക്കിയിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മളതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കോട്ടൻ്റെ ലൈനിങ്ങാണ് നമ്മൾ ബോഡി പോർഷനിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പാർട്ടും കൂടി നമുക്ക് കട്ട് ചെയ്യാം. ഈ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെയിൻ നെറ്റിൻ്റെ ഫാബ്രിക്കിലേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും. ഡാർട്ടിൻ്റെ പോയിൻറ്റ്സും കൂടി ഒന്ന് തെളിച്ച് വരച്ചു കൊടുത്ത് 2 ഭാഗത്തേക്കുമായിട്ട് ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ നെറ്റിൻ്റെ ഫാബ്രിക്കുകളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ 3 ഇഞ്ചാണ് നമ്മൾ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് നോക്കുമ്പം അത് കുറച്ച് വൈഡ് കുറവ് പോലെ തോന്നി. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഭാഗം നമ്മൾ ലോക്ക് ചെയ്ത് സിഗ്സാഗ് ലോക്ക് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് പാർട്ട് നമ്മൾ സെയിം മെഷർമെൻറ്റിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പാറ്റേൺ കട്ട് ചെയ്ത് വെച്ച പോലെ. ഇനിയിപ്പോൾ നമ്മൾ സ്കേർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഫാബ്രിക് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സ് ഒരു ബോഡിക്കോൺ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫ്ലെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് പ്ലസ് സീം അലവൻസ് അത്രയും മതിയാവും. ഇപ്പോൾ നമ്മൾ അതിന് ശേഷം വേസ്റ്റ് റൗണ്ടിന് ശേഷം താഴോട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുത്തെ ഒരു മെഷർമെൻറ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 12 ഇഞ്ച് നമ്മളുടെ ഹിപ്പിൻ്റെ ആ ഒരു റൗണ്ടാണ്, അതും കൂടി ഒന്ന് മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴോട്ട് നമുക്ക് ഒരു ചെറിയൊരു ഫ്ലെയർ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ അത് ഈ ലൈനിങ്ങിനേക്കാളും താഴ്ഭാഗത്തേക്ക് ഒരു കുറച്ച് വിരിവ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റ്സും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. താഴെ വരെ ആ ഒരു ലൈൻ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഒരു സ്ട്രെയിറ്റ് ആയിട്ട് എന്നാൽ താഴോട്ട് പോകുന്തോറും ചെറിയൊരു ഫ്ലെയർ വരുന്ന രീതിയിലാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ നമുക്കൊരു സൈഡ് ഭാഗത്തായിട്ട് നമുക്കൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് ആ ഒരു സൈഡ് ഹാങ് ചെയ്ത് വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊരു കർവ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ലെങ്ത്ത് ഈ ഒരു ബ്രൈഡൽ ഗൗൺ ആകുമ്പം നമ്മൾ നോർമലി എടുക്കുന്ന ഒരു ലെങ്ത്തിനേക്കാളും ഒരു 4-5 ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുക്കാറുണ്ട്. കാരണം ഇനിയിപ്പോൾ ഒരു ഹീൽസൊക്കെ ഇടുമ്പം അല്ലെങ്കിൽ തീരെ നമ്മൾ നോർമലൊരു ഗൗൺ ഇട്ട പോലെ അല്ലല്ലോ ഒരു ബ്രൈഡായിട്ട് നിൽക്കുമ്പോൾ ഇടേണ്ടത്. അപ്പോൾ അതൊരു മെയിൻ കാര്യമാണ്, അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് ഈ ഒരു സെയിം മെഷർമെൻറ്റിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഈ ഒരു ലൈനിങ്ങിനേക്കാളും നമ്മളൊരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൂടി ആഡ് ചെയ്തെടുത്തിട്ട് ആണ് ഈ ഒരു മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ നെക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് നോക്കും. അതിനായിട്ടൊരു ഫേസിങ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ലൈനിങ് പാർട്ടൊന്ന് എടുത്തിട്ട് ആ ഒരു ഫേസിങ് പേപ്പറിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മെഷർമെൻറ്റിൽ വരച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് അത് ആ ഒരു കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതൊരു ഫാബ്രിക്കിലേക്കായിട്ട് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഒരിത്തിരി എക്സ്ട്രാ ഒരു ആഡ് ചെയ്തിടുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 1/4 ഇഞ്ചിലാണ് ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം നമ്മളത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ക്ലോത്തിലേക്കായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനു മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു ഫ്യൂസിങ് ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഗൗണിൻ്റെ വീഡിയോയിൽ ചെയ്തപ്പോൾ തന്നെ അതൊന്ന് സ്റ്റിഫായിട്ട് നിൽക്കാനും ഒന്ന് നല്ല ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ആദ്യം കോട്ടൺ ക്ലോത്ത്, അതിൻ്റെ മുകളിൽ ഫ്യൂസിങ് ഷീറ്റ്, അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സാറ്റിൻ്റെ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ച ആ ഒരു ഫാബ്രിക്കിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചും കൂടി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്ന പോലെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു മെയിൻ നെറ്റിൻ്റെ ക്ലോത്ത് അതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഡാട്ടുകളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല. ഡാട്ട്സൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നമ്മൾ സിബും എല്ലാം അറ്റാച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്ത് ഷോൾഡേഴ്സ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സ്കേർട്ടിൻ്റെ പോർഷൻ അതിലോട്ടായിട്ട് ഈ യോക്കിലേക്കായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ 2 സൈഡ്സും ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 സൈഡ്സും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രോക്കിൽ അത്ര എളുപ്പമായിരുന്നില്ല. എനിക്കിതിൻ്റെ 2 സൈഡിലെയും കംപ്ലീറ്റ് ബീഡ്സൊക്കെ പൊട്ടിച്ച് കളയേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞ് സൈഡ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിന് മുന്നേ ഞാൻ ഇതൊന്ന് ജസ്റ്റ് സൂചി നൂലും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നാലാണ് നമുക്ക് കറക്റ്റ് ഇത് എവിടെയാണ് ഇതിൻ്റെ ഒരു ബീഡ്സ് പൊട്ടിക്കേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സൂചി നൂലും വെച്ചൊന്ന് തുന്നിയെടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ബ്രൈഡൽ ഗൗണൊക്കെ ചെയ്യുമ്പോൾ എത്ര സിമ്പിളാണെന്നൊക്കെ എല്ലാവരും വിചാരിക്കും. എത്ര റേറ്റ് എന്ന്. ഇഷ്ടം പോലെ സമയം നമുക്കിതിൽ ഈ ബീഡ്സ് പൊട്ടിക്കാനും, അത് ഇപ്പോൾ ഹാൻഡ് വർക്ക് ആകുമ്പോൾ പിന്നെ ഹാൻഡ് വർക്കിൻ്റെ ഒരു ടൈം വരുന്നുണ്ട്. അല്ലെങ്കിൽ വർക്കുള്ള ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രയും ബീഡ്സ് പൊട്ടിക്കാൻ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയമാണ് വരുന്നത്. അതിപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഗൗണിലേക്കായിട്ടൊരു ബ്രൈഡൽ ടെയിൽ ഹെഡ് വെയിലും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് നമ്മൾ ചെയ്ത പോലെ ചെയ്തെടുത്തതാണ്. നെറ്റ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോയിൽ ഇത്രയും വലുതായതുകൊണ്ട് തന്നെ കൊള്ളുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഹെഡ് ടെയിലിൻ്റെ സൈഡിലായിട്ട് ഈ നെറ്റിൻ്റെ ഫാബ്രിക്കിൽ നിന്ന് ഒരു പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിലും ബീഡ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അതൊക്കെ ചെയ്തെടുത്തു. പിന്നെ എന്നിട്ട് അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഫാബ്രിക്കിലേക്കായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. സംഭവം കാണുമ്പോൾ സിമ്പിളാണെങ്കിലും ഇതിലെനിക്ക് കുറേ എൻ്റെ കയ്യിൽ സൂചിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടില്ലേ, എല്ലായിടത്തും ബീഡ്സാണ്. ഓരോ ഫ്ലവറിൻ്റെ ഉള്ളിലും ബീഡ്സാണ്. അതുകൊണ്ടാണ് ഇത്രയും ബീഡ്സ് വന്നിട്ടുള്ളത്. നല്ല ബീഡ്സ് തന്നെയാണ്. കുറച്ചൊക്കെ ഞാൻ അവിടെ പറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫാബ്രിക്കിൽ നിന്ന് ഈ ഒരു സ്ലീവിൻ്റെ ഫാബ്രിക്കിലുണ്ടായിരുന്ന കുറച്ച് വലിയ പാച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ യോക്കിൻ്റെ ഈ നെക്കിൻ്റെ പൊസിഷനിലായിട്ട് വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ചെറിയ ഫ്ലവേഴ്സ് എടുത്തിട്ട്
നെക്കിലായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഗൗണിന് നല്ലൊരു എലഗൻ്റ് ലുക്ക് കൊടുക്കാനായിട്ടും എന്താ പറയുക സഹായിച്ച്. ഇതിപ്പോൾ നമുക്ക് കസ്റ്റമർ ഇങ്ങനെയൊന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഗൗണിൻ്റെ ലുക്ക് മാത്രമേ ഗൗൺ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളുടെ അടുത്തൊരു വർക്ക് കിട്ടുമ്പോൾ നമ്മളുടെ മാക്സിമം നമ്മളത് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫാബ്രിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അവിടെ കൈവച്ച്. പിന്നെ നമ്മൾ ആ ഒരു ടെയിലായിട്ട് കുറച്ച് ചെറിയ ഫ്ലവേഴ്സും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. താങ്ക് യു.